പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ചിന്തിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിലെ 42-ാം വാക്യമാണ്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. ഈശോയുടെ വാക്കുകളാണ്. ദൈവവചനം വെളിപ്പെടുത്തുന്നത് ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ, ഈശോയുടെ ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും, ഇത് പ്രതിനിധീകരിക്കുന്നത്, ഈ ഒരു കപ്പ് വെള്ളം പ്രതിനിധീകരിക്കുന്നത് നാം ചെയ്യുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ പോലും, നമ്മുടെ ചെറിയ ചെറിയ കാരുണ്യ പ്രവൃത്തികൾ പോലും ദൈവസന്നിധിയിൽ വളരെ വലിയ വിലയുണ്ട് എന്നാണ്. ദൈവം അത് കാണാതിരിക്കുകയില്ല. അതിന് പ്രതിഫലം നൽകുന്നവനാണ് അവിടുന്ന്. നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ രാജ്യത്തിൽ ശുശ്രൂഷകളുണ്ട്. ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. ഓരോരുത്തർക്കും വിവിധങ്ങളായ ശുശ്രൂഷകളാണ്. നമ്മൾ തിരിച്ചറിയണം, ദൈവരാജ്യത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും ശുശ്രൂഷ എന്താണെന്ന്. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നാം തിരിച്ചറിയണം. അങ്ങനെയാണെങ്കിൽ നാം വീണു പോവുകയില്ല എന്ന് വചനം പറയുന്നുണ്ട്. അപ്പോൾ ശുശ്രൂഷകരെ സഹായിക്കുന്ന ശുശ്രൂഷയും ഒരു ശുശ്രൂഷ തന്നെയാണ്. ദൈവദാസന്മാരെ സഹായിക്കുന്നത് ഒരു ശുശ്രൂഷയാണ്. അതിന് ദൈവം വലിയ പ്രതിഫലം നൽകുന്നു. നാം എല്ലാവരും മുൻനിരയിൽ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരല്ല. നമ്മളിൽ എല്ലാവരും വൈദികരോ സിസ്റ്റേഴ്സോ പ്രബോധകരോ മിഷണറീസോ ഒന്നും ആകാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരല്ല. എല്ലാവർക്കും അവരുടേതായ ശുശ്രൂഷകളുണ്ട്. എന്നാൽ നമ്മളാൽ കഴിയും വിധം, നമ്മളായിരിക്കുന്ന മേഖലയിൽ നാം ചെയ്യുന്ന എല്ലാ ചെറിയ സഹായങ്ങൾക്കും, ദൈവത്തിൻ്റെ ദാസന്മാർക്ക് നമ്മളാൽ കഴിയും വിധം നാം ചെയ്തു കൊടുക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കും, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിനും, അങ്ങനെ നാം ചെയ്യുന്ന എല്ലാ ചെറിയ ചെറിയ സഹായങ്ങൾക്കും ദൈവം പ്രതിഫലം നൽകുന്നു. ദൈവം അതെല്ലാം കാണുന്നു. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻനിര ശുശ്രൂഷ ചെയ്യുന്നവരെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സുവിശേഷത്തിന് പുരോഗതിക്കായി ഒന്നിച്ച് അധ്വാനിക്കാം. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ വളരെ വലിയ ശുശ്രൂഷകളാണ്. പാവപ്പെട്ടവരെ സഹായിക്കുന്നത്, മറ്റു ചില വ്യക്തികൾ ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനം കൂടാൻ പോകുന്നതിന് വേണ്ടി തന്നെ പോകാൻ സാധിക്കാത്തവർക്ക്, ദൂരത്തു നിന്ന് വരുന്നവർക്കെല്ലാം ബസ്സിൽ അവരെ ധ്യാന കേന്ദ്രങ്ങളിലാക്കി കൊടുക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ട്. ബുക്കുകൾ, മാഗസിനുകൾ വിതരണം ചെയ്ത് സഹായിക്കുന്നവരുണ്ട്. പല രീതിയിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ട്. ഈ ശുശ്രൂഷകളെല്ലാം തന്നെ ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. ആകയാൽ ഈ ശുശ്രൂഷകൾ ചെയ്യാനുള്ളൊരു കൃപ ദൈവം നമുക്ക് തരട്ടെ. നമ്മുടെ ശുശ്രൂഷ എന്താണെന്ന് തിരിച്ചറിയാനുള്ളൊരു കൃപ ദൈവം നമുക്ക് തരട്ടെ. ദൈവദാസന്മാരെ സഹായിക്കുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൻ്റെ ദാസന്മാരെ സഹായിക്കുന്നവർക്ക്, എൻ്റെ ശുശ്രൂഷകരെ സഹായിക്കുന്നവർക്ക്, ശുശ്രൂഷകരുടെ ശുശ്രൂഷകർക്ക് ദൈവസന്നിധിയിൽ പ്രതിഫലമുണ്ട്. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക ശക്തിയാൽ നിറയാം. നമ്മുടെ ശുശ്രൂഷകൾ എന്താണെന്ന് ദൈവത്തോട് ചോദിച്ച് നമുക്ക് തിരിച്ചറിയാൻ ശ്രമിക്കാം. എന്നിട്ട് ആ ശുശ്രൂഷയിൽ, ദൈവരാജ്യ വേലയിൽ സഭയോടൊന്നിച്ച് നമുക്ക് വ്യാപൃതരാകാം. അതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനശക്തിയാൽ നിറയ്ക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കട്ടെ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.